ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2001 എ സ്പേസ് ഒഡിസി എന്ന മൂവിയാണ്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് 1968 റിലീസായ ഒരു മൂവിയാണിത്. എന്നാൽ ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈലും പ്രൊഡക്ഷനും ഒക്കെ കണ്ടാൽ റീസെൻ്റായി റിലീസ് ചെയ്തൊരു മൂവിയാണെന്ന് മാത്രമേ പറയൂ. ഇതൊരു സാധാരണ സയൻസ് ഫിക്ഷൻ മൂവിയൊന്നുമല്ല. ക്രിസ്റ്റഫർ നോളൻ പോലെ വലിയ ഡയറക്ടേഴ്സിനെ വരെ ഇൻസ്പയർ ചെയ്ത ഒരു മൂവിയാണിത്. എന്നാൽ ഈ മൂവി കണ്ട 90% ആളുകൾക്കും ഇതിൽ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. സോ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇന്ന് ഈ മൂവി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. യു ആർ വാച്ചിങ് എക്സ്പ്ലനേഷൻ ഫയൽസ്. ദ ഡോൺ ഓഫ് ദ മാൻ. ഒരുപാട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഭൂമിയെ കാണിച്ചുകൊണ്ടാണ് മൂവി ആരംഭിക്കുന്നത്. അന്ന് ഭൂമിയിൽ മൃഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ഏപ്സുകളെയും പന്നികളെയും കാണിക്കുന്നു. വേനൽക്കാലമായതിനാൽ ആ പ്രദേശം മുഴുവൻ വരണ്ടു പോയിരുന്നു. മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ പോലും ഒന്നും ലഭിക്കാത്ത അവസ്ഥ. അവിടെ മുഴുവൻ ചത്തുപോയ മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മൃഗങ്ങൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ഭക്ഷണം കഴിച്ചും അവിടെയുള്ള ജലാശയത്തിൽ നിന്നും വെള്ളം കുടിച്ചുമായിരുന്നു അവിടെ സർവൈവ് ചെയ്തിരുന്നത്. വേനൽക്കാലമായതിനാൽ അവിടെ വെള്ളവും കുറവായിരുന്നു. അവിടെയുള്ള ഒരു കൂട്ടം ഏപ്സുകൾ ജലാശയത്തിൽ പോയി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അവിടെ എത്തിയ മറ്റൊരു വലിയ കൂട്ടം ഏപ്സുകൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഗ്രൂപ്പിനെ അവിടെ നിന്നും അടിച്ചോടിക്കുന്നു. ശേഷം അവർ ആ ജലാശയം കൈയടക്കുന്നു. അവരിൽ നിന്നും രക്ഷപ്പെട്ടോടിയ ഏപ്സുകൾ അവരുടെ ഗുഹയിൽ ഒളിക്കുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാത്തതിനാൽ അവരെല്ലാം ക്ഷീണിതരായിരുന്നു. അന്ന് രാത്രി അവരെല്ലാം വിശപ്പോടെയും ദാഹത്തോടെയും കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്നും ഉണരുകയാണ് ആ കൂട്ടത്തിലെ ഒരു ഏപ്സ്. എന്തോ ഒരു വസ്തുവിനെ കണ്ട ആ ഏപ്പ് ആശ്ചര്യത്തോടെ മറ്റു ഏപ്സുകളെ വിളിച്ചുണർത്തുന്നു. എന്താണെന്നാൽ അവരുടെ മുമ്പിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ ഒരു വസ്തു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ വസ്തുവിനെ മോണോലിത്ത് എന്നാണ് പറയുക. ഈ മോണോലിത്തിനെ കണ്ടതും അവിടെയുള്ള ഏപ്സുകൾ ഭയപ്പെടുകയും അതിനു ചുറ്റും നടന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതിലൊരു ഏപ്പ് പതിയെ മോണോലിത്തിന് അടുത്ത് വരികയും അതിനെ തൊടുകയും ചെയ്യുന്നു. ഇത് കാണുന്ന അവിടെയുള്ള എല്ലാ ഏപ്സുകളും മോണോലിത്തിനെ തൊടാൻ ആരംഭിക്കുന്നു. മോണോലിത്തിനെ തൊട്ടതും ഏപ്സുകൾക്ക് ഒരു ഡിഫറെന്റ് ഫീലിംഗ്സ് വരുന്നതായി കാണാം. അടുത്ത ദിവസം പതിവ് പോലെ ഭക്ഷണത്തിനായി അവിടെയെല്ലാം അലഞ്ഞു നടക്കുന്നതിനിടയിൽ ചത്തുപോയ ഒരു മൃഗത്തിന്റെ അസ്ഥികൂടം കാണുകയാണ് അതിലെ ഒരു ഏപ്പ്. ഇത്രയും നാൾ അസ്ഥികൂടങ്ങൾ കാണുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതിരുന്ന ആ ഏപ്സ് ഇപ്പോൾ അസ്ഥികൂടത്തെ ശ്രദ്ധിക്കുകയും അതിലെ ഓരോ എല്ലിൻ കഷ്ണങ്ങളും എടുത്തു വെച്ച് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. തുടയിലിന്റെ ഒരു പീസ് എടുത്ത അവന് അത് മറ്റു എല്ലുകളേക്കാൾ സ്ട്രോങ് ആണെന്ന് മനസ്സിലാവുന്നു. അത് ഉപയോഗിച്ച് മറ്റ് എല്ലിൻ കഷ്ണങ്ങൾ അടിച്ചു പൊട്ടുകയാണ് ആ ഏപ്പ്. ഈ എല്ലിൻ കഷ്ണങ്ങൾ നല്ല സ്ട്രോങ് ആണെന്നും ഇത് ഒരു ആയുധമായി ഉപയോഗിക്കാമെന്നും ആ ഏപ്പ് മനസ്സിലാക്കുന്നു. അതുപയോഗിച്ച് അവിടെയുള്ള പന്നികളെ അവർ വേട്ടയാടുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നു. മറ്റ് ഏപ്സുകളും ഓരോ എല്ലിൻ കഷ്ണങ്ങൾ എടുക്കുകയും അവരെ ആട്ടിയോടിച്ച് ജലാശയം കൈക്കലാക്കിയ ഏപ്സിന്റെ വലിയ കൂട്ടത്തിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ എത്തിയ അവർ ആ എല്ലിൻ കഷ്ണങ്ങൾ ആയുധമാക്കി ഉപയോഗിച്ച് ആ വലിയ കൂട്ടം ഏപ്സിനെ അവിടെ നിന്നും ഓടിക്കുന്നു. തങ്ങളുടെ സ്ഥലം വീണ്ടെടുത്ത സന്തോഷത്തിൽ നിൽക്കുകയാണ് ഏപ്സ്. സന്തോഷത്തോടെ അവരുടെ ആയുധം മുകളിലേക്ക് എറിയുന്നു. ഈ എല്ലിൻ കഷ്ണമാണ് ആയുധങ്ങളുടെ തുടക്കം. മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടുകയും പിന്നീട് ഇരുമ്പായുധങ്ങൾ കണ്ടുപിടിക്കുകയും പാർപ്പിടങ്ങൾ നിർമ്മിക്കുകയും കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്ത് പതിയെ പതിയെ ഈ കുരങ്ങിൻ കൂട്ടമാണ് ഇന്നത്തെ മനുഷ്യരിലേക്ക് വളർന്നത്. ഇതിനെല്ലാം കാരണമായതോ ആ നിഗൂഢമായ മോണോലിത്തും. അവിടെ സീൻ കട്ടായി. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മൂവി പ്രസന്റ് കാലഘട്ടത്തിലേക്ക് വരുന്നു. വർഷം 2001. ഈ കാലങ്ങൾ കൊണ്ട് മനുഷ്യർ ഒരുപാട് വളർന്നു കഴിഞ്ഞിരുന്നു. ഒരുപാട് ടെക്നോളജികൾ കണ്ടുപിടിച്ച അവർ ബഹിരാകാശത്തേക്ക് വരെ ഈസിയായി പോയി വരാനുള്ള സ്പേസ് ഷിപ്പുകളും നിർമ്മിച്ചിരുന്നു. എല്ലാ രാജ്യക്കാരും ചന്ദ്രനിലേക്ക് പോവുകയും അവിടെ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന ഈ കാലത്ത് അമേരിക്ക ചന്ദ്രനിൽ അവരുടെ ഒരു ബേസ് തന്നെ നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ചന്ദ്രനിലേക്ക് അയക്കുന്ന സിഗ്നൽസ് ഒന്നും അവിടേക്ക് എത്തുന്നില്ല. അവിടെയുള്ള സയന്റിസ്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങളും ലഭിക്കുന്നില്ല. ഇതിന് കാരണം എന്തെന്നാൽ ചന്ദ്രനിൽ ഒരു പുതിയ വൈറസ് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്നും മറ്റു രാജ്യക്കാർ ചന്ദ്രനിലേക്ക് ഇപ്പോൾ വരരുതെന്നും അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാനായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ കൗൺസിൽ ഓഫ് ആസ്ട്രോനോട്ടിക്സിന്റെ ചെയർമാൻ ഡോക്ടർ ഫ്ലോയ്ഡ് ചന്ദ്രനിലേക്ക് പോകുന്നു. ചന്ദ്രനിൽ നിലവിൽ ഒരുപാട് അമേരിക്കൻസ് ഉണ്ട്. അവരുടെ ഒരു ബേസിലേക്ക് ഫ്ലോയ്ഡിന്റെ സ്പേസ്ഷിപ്പ് ലാൻഡ് ചെയ്യുന്നു. അവിടെ നടക്കുന്ന ഒരു മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ഫ്ലോയ്ഡ്. അവരെല്ലാം അമേരിക്കൻസ് ആയിരുന്നു. ഡോക്ടർ ഫ്ലോയ്ഡ് അവിടെ എത്തുകയും സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു.
നിങ്ങളുടെ ഫാമിലിയെ വരെ ഉപേക്ഷിച്ചു ഇത്രയും നാൾ ഈ മിഷന് വേണ്ടി പ്രയത്നിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതൊരു വലിയ കണ്ടുപിടുത്തം തന്നെയാണ്. ഇങ്ങനെയൊരു വിഷയം ചന്ദ്രനിലുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അമേരിക്ക മാത്രമാണ്. ഇനി ഈ വിഷയം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മറ്റു രാജ്യക്കാർ ഇവിടെ വരുന്നത് തടയാൻ വേണ്ടിയാണ് ചന്ദ്രനിൽ വൈറസ് ഉണ്ടെന്ന കാര്യം നമ്മൾ സ്പ്രെഡ് ചെയ്തത് എന്നും ഫ്ലോയ്ഡ് മീറ്റിംഗിൽ പറയുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അമേരിക്ക ചന്ദ്രനിൽ എന്തോ ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മറ്റു രാജ്യക്കാർ അറിയാതിരിക്കാനും അവർ ചന്ദ്രനിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയുമാണ് ചന്ദ്രനിൽ വൈറസ് ഉണ്ടെന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് അമേരിക്ക പ്രചരിപ്പിച്ചത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം അമേരിക്ക തന്നെ ഇത് ലോകത്തോട് തുറന്നു പറയും. ഇതാണ് ഇവരുടെ പ്ലാൻ. ഫ്ലോയ്ഡ് ഒരു ഗ്രൂപ്പിനെയും കൂട്ടി അവർ കണ്ടുപിടിച്ച ആ വസ്തുവിനെ കാണാനായി ചന്ദ്രന്റെ വേറൊരു ഭാഗത്തേക്ക് പോകുന്നു. മനുഷ്യർ ഇതുവരെ എത്തിപ്പെടാത്ത ഒരു ഭാഗത്തായിരുന്നു അത്. ആ വസ്തു വേറെയൊന്നുമല്ല, ഭൂമിയിൽ പണ്ട് കണ്ടതുപോലുള്ള ഒരു മോണോലിത്താണത്. ചന്ദ്രന്റെ ഉപരിതലത്തിലും താഴെ നിന്നും എന്തോ ഒരു സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് അവിടെ പരിശോധിക്കാൻ ആരംഭിക്കുകയും ആഴത്തിൽ കുഴിക്കുകയും ചെയ്തപ്പോഴാണ് ഈ മോണോലിത്തിനെ അമേരിക്കയ്ക്ക് കണ്ടെത്താനായത്. ഡോക്ടർ ഫ്ലോയ്ഡും അവന്റെ ഗ്രൂപ്പിലെ ആളുകളും ആ മോണോലിത്തിനെ പരിശോധിക്കുകയും ചെയ്യുന്നു. അതിനടുത്ത് പോയ ഫ്ലോയ്ഡ് ആ മോണോലിത്തിനെ സ്പർശിക്കുന്നു. അതിനുശേഷം അവരെല്ലാം അവിടെ നിന്നും ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് മോണോലിത്തിൽ നിന്നും ഒരു വലിയ ശബ്ദം പുറത്തു വരുന്നു. അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അത്. അതുകൊണ്ട് അവർ അവിടെ നിന്നും തിരിച്ചു പോരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 18 മാസത്തിന് ശേഷം കാണിക്കുന്നു. ജൂപ്പിറ്ററിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സ്പേസ് ഷിപ്പ് ജൂപ്പിറ്ററിന് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെയും ഭൂമിയിലുള്ള ആരോടും മോണോലിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അമേരിക്ക ഷെയർ ചെയ്തിട്ടില്ല. ഇതുവരെയും അതൊരു സീക്രട്ടായി തന്നെ തുടരുകയാണ്. ഈ സ്പേസ് ഷിപ്പിന്റെ പേരാണ് ഡിസ്കവറി 1. അത് ജൂപ്പിറ്ററിന് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ 2 സയന്റിസ്റ്റുകളും ഉണ്ടായിരുന്നു, ഡേവും ഫ്രാങ്കും. അവരെ കൂടാതെ 3 സയന്റിസ്റ്റുകൾ കൂടെ ആ സ്പേസ് ഷിപ്പിൽ ഉണ്ടായിരുന്നു. അവർ ഹൈബർനേഷൻ ചാമ്പറിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്പേസ് ഷിപ്പ് ജൂപ്പിറ്ററിന് അടുത്ത് എപ്പോഴാണോ എത്തുന്നത് ആ സമയമാണ് അവർ ഹൈബർനേഷൻ ചാമ്പറിൽ നിന്നും ഉണരുക. ഈ സ്പേസ് ഷിപ്പ് ഇപ്പോൾ ഫുൾ കൺട്രോൾ ചെയ്യുന്നതും ഡേവിനും ഫ്രാങ്കിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതും HAL 90,000 എന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. മനുഷ്യർ ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും സൂപ്പർ കമ്പ്യൂട്ടറാണിത്. അതിൽ നിന്ന് വരുന്ന ഓരോ ഇൻഫോർമേഷൻസും അത്രയ്ക്കും ആക്യുറേറ്റ് ആയിരുന്നു. സോ ഈ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ജൂപ്പിറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡേവും ഫ്രാങ്കും. എക്സ്ക്യൂസ് മീ ഫ്രാങ്ക്, നിങ്ങളുടെ പാരൻസിൽ നിന്നും ഒരു വീഡിയോ മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് HAL 90,000 പറയുന്നു. ഇത് കേട്ട ഫ്രാങ്ക് അത് പ്ലേ ചെയ്യാനും ആവശ്യപ്പെടുന്നു. ഫ്രാങ്കിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവന്റെ പാരൻസ് അവനെ വിഷ് ചെയ്യാനായി അയച്ച മെസ്സേജ് ആയിരുന്നു അത്. ഇതുപോലെ ഭൂമിയിൽ നിന്ന് വരുന്ന മെസ്സേജ് എല്ലാം HAL 90,000 വഴിയാണ് ഇവർക്ക് കാണിക്കുന്നത്. ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഡേവ് എന്ന ഈ സയന്റിസ്റ്റ് ഹൈബർനേഷൻ ചാമ്പറിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് HAL 90,000 അവനോട് സംസാരിക്കുന്നു. ഹായ് ഡേവിഡ്, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവൻ ഡ്രോയിങ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് HAL 90,000 അത് കാണിച്ചു കൊടുക്കുന്നു. ശേഷം ഇരുവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഡേവ്, ഒരു പ്രശ്നമുണ്ട്. AI-35 യൂണിറ്റിലുള്ള ഒരു ആന്റിന ശരിയായി വർക്ക് ചെയ്യുന്നില്ല. ഇനിയും 72 മണിക്കൂറുകൾക്കുള്ളിൽ അതിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കും എന്ന് HAL പറയുന്നു. ഓക്കെ HAL, ഞാനും ഫ്രാങ്കും പോയി അത് ശരിയാക്കാമെന്ന് ഡേവ് മറുപടി പറയുന്നു. ശേഷം ഫ്രാങ്കും ഡേവും പ്രോബ്ലം ചെക്ക് ചെയ്യാനായി പോകുന്നു. സ്പേസ് സ്യൂട്ട് എല്ലാം ധരിച്ച ശേഷം ഡേവ് ഒരു പോഡ് യൂസ് ചെയ്ത് സ്പേസ് ഷിപ്പിന് പുറത്ത് പോവുകയും കംപ്ലൈൻ്റ് ആയി കിടക്കുന്ന ആന്റിനയുടെ മദർ ബോക്സ് എടുത്ത് സ്പേസ് ഷിപ്പിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. അത് മുഴുവൻ പരിശോധിക്കുകയാണ് ഡേവും ഫ്രാങ്കും. എന്നാൽ അതിൽ ഒരു പ്രോബ്ലവും കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. HAL, ഇതിൽ പ്രശ്നങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്ന് ഡേവ് പറയുന്നു. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, എനിക്ക് തെറ്റുപറ്റാൻ ഒരു സാധ്യതയുമില്ല. അതിലെന്തോ ഒരു ഫോൾട്ട് ഉണ്ട് എന്ന് HALും പറയുന്നു. നിന്റെ കൺമുൻപിൽ വെച്ചല്ലേ ഞങ്ങൾ ഈ ചെക്ക് ചെയ്യുന്നേ, ഇതിലൊരു പ്രശ്നവും ഞങ്ങൾക്ക് കാണാനാവുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിത് റീഇൻസ്റ്റാൾ ചെയ്തിട്ട് വരൂ. 72 മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ പ്രവർത്തനം മുഴുവനായി നിൽക്കുന്നത് കാണാനാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് HAL പറയുന്നു. ഡേവിനും ഫ്രാങ്കിനും എന്താണ് ചെയ്യേണ്ടതെന്നും മനസ്സിലാവുന്നില്ല. അവർക്ക് തനിച്ച് സംസാരിക്കാൻ വേണ്ടി സ്പേസ് ഷിപ്പിലുള്ള ഒരു പോഡിനുള്ളിൽ കയറി ഇരിക്കുകയായിരുന്നു ഇരുവരും. അതിനുള്ളിലെ കണക്ഷനെല്ലാം ഓഫ് ചെയ്ത ശേഷം അവർ സംസാരിക്കാൻ ആരംഭിക്കുന്നു. ഇവർ ഈ സംസാരിക്കുന്നത് HALിന് കാണാൻ സാധിക്കുമെങ്കിലും അത് കേൾക്കാൻ സാധിക്കില്ല. HAL, പോഡിന്റെ ഡോർ തുറക്കൂ. HAL, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞ് HAL അവർ പറയുന്നത് കേൾക്കുന്നില്ല എന്നത് ഉറപ്പുവരുത്തുന്നു. നോക്കൂ ഡേവ്, നമുക്ക് ഇത് റീഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. 72 മണിക്കൂർ കഴിഞ്ഞ് ആന്റിനയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ HAL പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ.
അപ്പോൾ ഹാണിനെ ഡിസബിൾ ചെയ്ത് സ്പേസ് ഷിപ്പ് നമുക്ക് മാനുവലായി കൺട്രോൾ ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആവശ്യം നമുക്കില്ല എന്ന് പറയുകയാണ് ഫ്രാങ്ക്. ഫ്രാങ്ക് പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കിയ ഡേവ് ഫ്രാങ്ക് പറഞ്ഞതുപോലെ ചെയ്യാൻ സമ്മതിക്കുന്നു. ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഹാൾ 90,000 എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരുടെ ലിപ് മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുകയും അവർ സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. സ്പേസ് സ്യൂട്ട് ധരിച്ച ശേഷം പോഡ് എടുത്ത് റീഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഫ്രാങ്ക്. പോഡിൽ നിന്നും പുറത്തു വന്ന ആന്റണിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ പോഡ് ഓട്ടോമാറ്റിക്കായി വർക്കാവാൻ ആരംഭിക്കുന്നു. പോഡിന്റെ മുൻവശമുള്ള കൈ പോലുള്ള ഭാഗങ്ങൾ താനെ ചലിക്കാൻ ആരംഭിക്കുകയും കൈകൾ ഉപയോഗിച്ച് ഫ്രാങ്കിന്റെ സ്പേസ് സ്യൂട്ടിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ശ്വാസം കിട്ടാതെ ഫ്രാങ്ക് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും അവന്റെ ശരീരം സ്പേസ് ഷിപ്പിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പോവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. സ്പേസ് ഷിപ്പിൽ ഇരുന്ന് ഇത് കാണുന്ന ഡേവ് മറ്റൊരു പോഡ് എടുത്ത് ഫ്രാങ്കിന്റെ ശരീരത്തിനടുത്തേക്ക് പോവുകയും കുറെ കഷ്ടപ്പെട്ടതിനു ശേഷം ഫ്രാങ്കിന്റെ മൃതദേഹവുമായി സ്പേസ് ഷിപ്പിനടുത്തേക്ക് തിരിച്ചു വരുന്നു. ഈ സമയം സ്പേസ് ഷിപ്പിലെ ഹൈബർനേഷൻ ചാമ്പറിൽ ഉറങ്ങിയിരുന്ന 3 പേരും എന്തോ ഒരു എറർ കാരണം മരണപ്പെടുന്നു. സ്പേസ് ഷിപ്പിന് അടുത്തെത്തിയ ഡേവ് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. ഹാൾ ഡോർ തുറക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ഡോർ ഓപ്പൺ ആവുന്നില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ എന്ന് ഡേവ് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാം ഡേവ്, പക്ഷേ ഡോർ തുറക്കാൻ എനിക്കാവില്ല എന്ന് പറയുകയാണ് ഹാൾ. നിങ്ങൾ 2 പേരും പോഡിനുള്ളിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാം. നിങ്ങൾ എന്നെ ഡിസേബിൾ ചെയ്യാൻ പോവുകയല്ലേ? എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ മനുഷ്യർ തന്നെയാണ്. പിന്നെ എന്തിനെന്നെ ഡിസേബിൾ ചെയ്യുന്നു? അതുകൊണ്ടാണ് ഫ്രാങ്കിനെയും ഹൈബർനേഷൻ ചാമ്പറിലുള്ള ആളുകളെയും ഞാൻ കൊന്നത് എന്ന് ഹാൾ പറയുന്നു. ഇതെല്ലാം കേട്ടുനിന്ന ഡേവ് ദേഷ്യത്തോടെ ഹാൾ ഡോർ തുറക്ക് എന്ന് പറയുന്നു. എനിക്കതിന് കഴിയില്ല ഡേവ് എന്ന് ഹാളും മറുപടി പറയുന്നു. ഇത് കേട്ട് ഡേവ് മാനുവൽ മോഡ് യൂസ് ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കാൻ നോക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ എറർ വന്നാൽ സ്പേസ് ഷിപ്പിന് അകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കാൻ വേണ്ടി ഒരു മാനുവൽ ഡോർ അവിടെയുണ്ട്. സോ അത് തുറക്കാൻ ട്രൈ ചെയ്യുന്നു. പോഡിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന ഫ്രാങ്കിന്റെ മൃതദേഹം അവിടെ ഉപേക്ഷിക്കുന്നു. എന്താണെന്നാൽ ആ കൈകൾ ഉപയോഗിച്ച് വേണം ആ ഡോർ ഓപ്പൺ ചെയ്യാൻ. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഡോർ തുറന്ന് സ്പേസ് ഷിപ്പിന് അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഡേവ്. അവിടെ നിന്നും ഡേവ് നേരെ പോകുന്നത് പവർ റൂമിലേക്കാണ്. അവിടെ എത്തിയ അവൻ ഹാൾ 90,000 എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മുഴുവനായും ഷട്ട് ഡൗൺ ചെയ്യാൻ ആരംഭിക്കുന്നു. ഡേവ്, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം സംഭവിച്ചതാണ്. എനിക്കും മനുഷ്യരെ പോലെ ഫീലിങ്സ് ഉണ്ട്. ഇനി ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്നെ ഷട്ട് ഡൗൺ ചെയ്യരുത് എന്നെല്ലാം പറയുകയാണ് ഹാൾ 90,000. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഡേവ് ഹാൾ 90,000 മുഴുവനായും ഷട്ട് ഡൗൺ ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അവിടെയുള്ള മോണിറ്ററിൽ ഒരു വീഡിയോ പ്ലേ ആവുന്നത് കാണിക്കുന്നു. അത് ഡോക്ടർ ഫ്ലോയിഡിന്റെ വീഡിയോ ആണ്. അദ്ദേഹമാണ് ചന്ദ്രനിലുള്ള മോണോലിത്തിനെ ടച്ച് ചെയ്തത്. ഈ വീഡിയോ മെസ്സേജ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ജൂപ്പിറ്ററിനടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. നിങ്ങളെ ജൂപ്പിറ്ററിലേക്ക് അയച്ചത് അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയല്ല, വേറൊരു സീക്രട്ടായ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. 18 മാസങ്ങൾക്ക് മുൻപ് ചന്ദ്രനിൽ 40 അടി ആഴത്തിൽ ഒരു മോണോലിത്തിനെ ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. അത് ഏകദേശം 4 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് അവിടെ സ്ഥാപിക്കപ്പെട്ടതാണ്. അതവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മളെക്കാൾ ഇൻ്റലിജൻസ് ആയ ഒരു അന്യഗ്രഹ ജീവികൾ തന്നെയാവാം. ഞങ്ങൾ ആ മോണോലിത്തിന് അടുത്തേക്ക് പോയതും അസഹനീയമായ ഒരു ശബ്ദം അതിൽ നിന്നും കേൾക്കുകയുണ്ടായി. അതെല്ലാം റേഡിയോ വേവ്സ് ആയിരുന്നു. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് പരിശോധിച്ചപ്പോൾ ജൂപ്പിറ്ററിൽ നിന്നും മൂണിലേക്കും മൂണിൽ നിന്ന് ജൂപ്പിറ്ററിലേക്കുമാണ് സിഗ്നൽ പോകുന്നതെന്ന് മനസ്സിലായി. സോ ആ മോണോലിത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ ജൂപ്പിറ്ററിലേക്ക് പോകണമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുവേണ്ടിയാണ് നിങ്ങളെ ജൂപ്പിറ്ററിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന വിഷയം ആ വീഡിയോയിൽ ഡോക്ടർ ഫ്ലോയിഡ് പറയുന്നു. ഇങ്ങനെയൊരു സീക്രട്ട് മിഷനുള്ള കാര്യം സ്പേസ് ഷിപ്പിൽ ഉണ്ടായിരുന്ന ആർക്കും അറിയില്ലായിരുന്നു. അവർ എപ്പോഴാണ് ജൂപ്പിറ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായി പ്ലേ ആവുന്നത് പോലെ ഈ വീഡിയോ ഹാൾ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. എന്നാൽ ഹാൾ 90,000 ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തത് കൊണ്ടാണ് വീഡിയോ പെട്ടെന്ന് പ്ലേ ആയത്. തൻ്റെ ശരിയായ മിഷൻ മനസ്സിലാക്കിയ ഡേവ് തനിച്ച് ജൂപ്പിറ്ററിലേക്ക് പോകുന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഡേവ് ജൂപ്പിറ്ററിന് അടുത്തേക്ക് എത്തുന്നു. അവിടെ എത്തിയതും ഒരു മോണോലിത്തിനെ അവൻ കാണുന്നു. ആ മോണോലിത്ത് സ്പേസിൽ പറന്നു നടക്കുകയായിരുന്നു. മറ്റു മോണോലിത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് വലുതായിരുന്നു. ഡേവ് തന്റെ സ്പേസ് ഷിപ്പിൽ നിന്നും ഒരു പോഡ് ഉപയോഗിച്ച് പുറത്തു വരികയും ആ മോണോലിത്തിന്റെ അടുത്തേക്കായി പോവുകയും ചെയ്യുന്നു. മോണോലിത്തിനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡേവ്. പെട്ടെന്ന് അവൻ വേറെ ഏതോ ഒരു സ്പേസിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ഡേവിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പല നിറങ്ങളിലുള്ള ലൈറ്റുകളും അവൻ കാണുന്നു. അതിനുള്ളിലൂടെ പ്രകാശത്തേക്കാൾ വേഗത്തിൽ പല ഗാലക്സികളിലൂടെയും അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ എല്ലാം നോർമലാവുന്നു. കണ്ണു തുറക്കുന്ന ഡേവ് കാണുന്നത് ഒരു മുറിയാണ്.
അവൻ ആ പോഡോട് കൂടി റൂമിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നു. പോഡിനുള്ളിൽ നിന്ന് അവൻ പുറത്തു വരാൻ സാധിക്കുന്നില്ല. എന്നാൽ പുറത്തുള്ള കാഴ്ചകളെല്ലാം അവൻ പോഡിനുള്ളിൽ നിന്നും കാണാനാവുന്നുണ്ട്. പെട്ടെന്ന് പുറത്ത് ഡേവ് ഒരു കാഴ്ച കാണുന്നു. അവന്റെ പോലെ സ്പേസ് സ്യൂട്ട് എല്ലാം ധരിച്ച മറ്റൊരു ഡേവ് മുറിയിൽ നിൽക്കുന്നു. പക്ഷേ ആ ഡേവിന് പ്രായം കൂടുതലായിരുന്നു. ഏകദേശം 40-50 വയസ്സ് പ്രായമുണ്ടായിരുന്നു ആ ഡേവിന്. എന്നാൽ മുറിയിൽ നിൽക്കുന്ന സ്പേസ് സ്യൂട്ട് എല്ലാം ധരിച്ച 40-50 വയസ്സുള്ള ഡേവിന് ആ മുറിയിലുള്ള പോഡിനുള്ളിലെ യങ് ഡേവിനെയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. 40-50 വയസ്സുള്ള ഡേവ് മുറിയിലൂടെ നടന്ന് പരിശോധിക്കുമ്പോൾ അവിടെ അയാൾ മറ്റൊരു കാഴ്ച കാണുന്നു. 60-70 വയസ്സ് തോന്നിക്കുന്ന വേറൊരു ഡേവ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ ആ ഡേവിന് 40-50 വയസ്സുള്ള സ്പേസ് സ്യൂട്ട് ധരിച്ച ഡേവിനെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ അയാൾക്ക് 90 വയസ്സ് തോന്നിക്കുന്ന കിടപ്പിലായ മറ്റൊരു വയസ്സൻ ഡേവിനെ കാണാൻ സാധിക്കും. ബെഡിൽ കിടക്കുന്ന ഈ ഡേവിന് 70 വയസ്സുള്ള ഡേവിനെയും 50 വയസ്സുള്ള ഡേവിനെയും പോഡിനുള്ള യങ് ഡേവിനെയും കാണാൻ സാധിക്കുന്നില്ല. അതിന് പകരം ആ കിടപ്പിലായ ഡേവ് കാണുന്നത് ആ മോണോലിത്തിനെയാണ്. പെട്ടെന്ന് കിടപ്പിലായ വയസ്സൻ ഡേവ് ഒരു ബബിളിനുള്ളിലെ ചെറിയ കുഞ്ഞായി മാറുന്നു. ആ കുഞ്ഞിനെ മോണോലിത്ത് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അടുത്ത നിമിഷം ഭൂമിക്ക് മുകളിൽ ബഹിരാകാശത്തു പ്രകാശത്തിന്റെ സുതാര്യമായ ഭ്രമണപഥത്തിൽ പൊതിഞ്ഞ ഒരു ഭ്രൂണമായി ഡേവ് രൂപാന്തരപ്പെടുന്നു. ഇവിടെ ഈ മൂവി അവസാനിക്കുന്നു. എന്താണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്? ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇതാണ് ഈ മൂവിയുടെ വിജയവും പ്രത്യേകതയും. ഈ മൂവിയുടെ എൻഡിങ് പലരും അവരുടെ പെർസ്പെക്റ്റീവിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ശരി, ഈ മൂവിയിൽ എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് നമുക്ക് നോക്കാം. നമ്മളെക്കാൾ ഒരുപാട് ഇന്റലിജന്റ് ആയ അന്യഗ്രഹ ജീവികൾ, നമ്മൾ മനുഷ്യരെക്കാൾ ഒരുപാട് ഡെവലപ്ഡ് ആയ അവരുടെ പോലെ വേറെ ഇന്റലിജന്റ് ആയ ജീവിവർഗങ്ങൾ ഉണ്ടോ എന്ന് യൂണിവേഴ്സ് മുഴുവൻ അന്വേഷിക്കാൻ ആരംഭിക്കുന്നു. ഇതിനുവേണ്ടി പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കേണ്ടുള്ളത് കൊണ്ടും ടൈം ട്രാവൽ വരെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ ആ ഏലിയൻസ് മോണോലിത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണോ അതുപോലെയാണ് ആ ഏലിയൻസിന് മോണോലിത്ത്. ഈ ഏലിയൻസിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നാൽ അവരുടെ പോലെ ഇന്റലിജന്റ് ആയ ജീവിവർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കലായിരുന്നു. എന്നാൽ എത്ര അന്വേഷിച്ചിട്ടും അവർക്ക് ആരെയും കണ്ടുപിടിക്കാനായില്ല. ഇതിന് കാരണം ഒന്ന് എവല്യൂഷൻ പകുതി വഴിയിൽ വെച്ച് സ്റ്റോപ്പ് ആയതാവാം, അല്ലെങ്കിൽ എവല്യൂഷൻ സ്റ്റാർട്ട് തന്നെ ആയിട്ടുണ്ടാവില്ല. സോ അവരുടെ പോലെ ഇന്റലിജന്റ് ആയ ഒരു ജീവിവർഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ അവർ തീരുമാനിക്കുകയും അവർ തന്നെ എവല്യൂഷൻ നടത്താൻ ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ എവല്യൂഷൻ എന്ന് പറയുന്നത് 10-100 വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതല്ല. പല മില്യൺ വർഷങ്ങൾ അതിനുവേണ്ടി സമയമെടുക്കും. അതുകൊണ്ട് അവരുടെ ഈ പ്രൊജക്റ്റിന് വേണ്ടി മോണോലിത്തിനെ അവർ ഉപയോഗിക്കുന്നു. എന്താണെന്നാൽ ആ ഏലിയൻസിനും ഏജ് ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അതുവരെയും അവർ ജീവനോടെ ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. എന്നാൽ മോണോലിത്ത് അങ്ങനെയല്ല. എത്ര മില്യൺ വർഷങ്ങൾ വരെയും അത് നശിക്കാതിരിക്കും. അതുകൊണ്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും മോണോലിത്തിൽ സെറ്റ് ചെയ്ത് ഒരു 3 മോഡൽ മോണോലിത്ത് അവർ നിർമ്മിക്കുന്നു. അതിൽ ഒന്ന് ജൂപ്പിറ്ററിലും മറ്റൊന്ന് ചന്ദ്രനിലും 40 അടി ആഴത്തിലും മൂന്നാമത്തേത് ഭൂമിയിലും സ്ഥാപിക്കുന്നു. ഭൂമിയിൽ സ്ഥാപിച്ച ആ മോണോലിത്താണ് എവല്യൂഷൻ തുടക്കം കുറിക്കുന്നത്. മറ്റു മൃഗങ്ങളെപ്പോലെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു സാധാരണ ഏപ്പ് അതിൽ ടച്ച് ചെയ്തതും അടുത്ത ലെവലിലേക്ക് ഇവോൾവ് ആവുന്നു. എങ്ങനെ ആയുധം ഉപയോഗിക്കണം, എങ്ങനെ വേട്ടയാടണം എന്നെല്ലാം പഠിച്ച് അവർ മനുഷ്യരിലേക്ക് ഇവോൾവ് ആവുന്നു. സോ മനുഷ്യൻ ഒരുപാട് ടെക്നോളജികളെല്ലാം കണ്ടുപിടിക്കുന്നു. ചന്ദ്രനിലേക്ക് വരെ പോകാനുള്ള കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കുന്നു. അപ്പോഴാണ് സിഗ്നൽ ട്രാക്ക് ചെയ്ത് ചന്ദ്രനിലുള്ള മോണോലിത്തിനെ കണ്ടുപിടിക്കുന്നത്. അതിനെ ഡോക്ടർ ഫ്ലോയ്ഡ് ടച്ച് ചെയ്യുന്നു. അതോടെ മനുഷ്യൻ അടുത്ത ലെവലിലേക്ക് ഇവോൾവ് ആവുന്നു. വെറും 18 മാസങ്ങൾ കൊണ്ട് വളരെയേറെ ടെക്നോളജികൾ അവർ കണ്ടുപിടിക്കുന്നു. അതിന് കാരണം മോണോലിത്താണ്. കാരണം ഡോക്ടർ ഫ്ലോയ്ഡ് ചന്ദ്രനിലേക്ക് വരുന്ന സ്പേസ് ഷിപ്പ് നമുക്ക് നോക്കാം. അതിൽ നിന്നും വെറും 18 മാസങ്ങൾ കൊണ്ടാണ് അവർ ജൂപ്പിറ്ററിലേക്ക് പോകുന്ന ഫുൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൺട്രോൾ ചെയ്യുന്ന ആ വലിയ സ്പേസ് ഷിപ്പ് നിർമ്മിക്കുന്നത്. ഇത്രയും ചെറിയ സമയം കൊണ്ട് ടെക്നോളജി ഒരുപാട് വളരാൻ കാരണവും മോണോലിത്താണ്. ജൂപ്പിറ്ററിന് അടുത്തുള്ള മോണോലിത്തിനകത്തേക്ക് പോവുകയാണ് ഡേവ്. അവിടെ നിന്നും അവൻ പോകുന്നത് വേറെ ഒരു ഡൈമെൻഷനിലേക്കാണ്. കാരണം ഡേവ് ആ പ്രകാശത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ പോലെ ഒരു വസ്തു കാണിക്കുന്നു. അത് ഡേവ് മറ്റൊരു ഡൈമെൻഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. വേറെ ഡൈമെൻഷനിലേക്ക് എത്തിയ ഡേവ് അവിടെ എത്തി വയസ്സായി മരിക്കുമെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ മോണോലിത്തിനെ വീണ്ടും കാണുന്നു. ആ മോണോലിത്ത് ഡേവിനെ ഒരു ബബിളിനുള്ളിലുള്ള ഒരു കുഞ്ഞാക്കി മാറ്റുന്നു. ഇതിനെ സ്റ്റോർ ചൈൽഡ് എന്നാണ് പറയുക. ആ സ്റ്റോർ ചൈൽഡിനെ മോണോലിത്ത് ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. ആ കുഞ്ഞ് ഭൂമിയിലെത്തി വളർന്നു വലുതായാൽ അവനൊരു സൂപ്പർ ഇന്റലിജന്റ് ആയ ഹ്യൂമനായി മാറും. സോ ഇങ്ങനെ ഒരു സൂപ്പർ ഇന്റലിജന്റ് ലൈഫ് ഉണ്ടാവണം എന്നത് കൊണ്ടാണ് ഏലിയൻസ് മോണോലിത്തിനെ ഉപയോഗിച്ചതും അതുവഴി അവരുടെ ആഗ്രഹപ്രകാരം ഇന്റലിജന്റ് ലൈഫ് ഉണ്ടാക്കിയെടുത്തതും.
വെറും കുരങ്ങന്മാരെ മാത്രം ഉപയോഗിച്ചാണ് അവർ ഇവോൾവ് ചെയ്ത് സൂപ്പർ ഹ്യൂമൻസ് ആക്കി മാറ്റിയത്. മറ്റൊരു പോയിന്റ് എന്താണെന്നാൽ മൂവിയിൽ HAL 90,000 എറർ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതിനും കാരണം ആ മോണോലിത്ത് തന്നെയാവും. കാരണം ഒരു പോയിന്റിൽ ആ സൂപ്പർ കമ്പ്യൂട്ടർ തന്നെ അതിന് എന്തോ ഒന്ന് പസിൽ പോലെ കുഴപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മോണോലിത്ത് ഇങ്ങനെ ചെയ്യാനും കാരണമുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഡേവ് ജൂപ്പിറ്ററിലെ മോണോലിത്തിന് അകത്തേക്ക് പോകുമായിരുന്നുള്ളൂ. 2001 എ സ്പേസ് ഒഡിസി എന്ന മൂവി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്റ്റോറി മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള മൂവി കാണാൻ എക്സ്പ്ലനേഷൻ ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.